രാഹുദോഷങ്ങളിൽ നിന്ന് വലിയൊരു പങ്ക് ഭഗവാനിൽ നിന്ന് രക്ഷയുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. പൂർവികമായി തറവാട്ട് സർപ്പങ്ങളുടെ കുടുംബ ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് സർപ്പദോഷങ്ങൾ കൊണ്ട് ബാധിച്ചിട്ടുള്ള അനവധിയായ ദോഷങ്ങൾ, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളാവട്ടെ, സന്താന ദുരിതങ്ങളാവട്ടെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചില വ്യഥകളും ദുരിതങ്ങളുമാവട്ടെ, അതൊക്കെ തീരാൻ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. നാഗദോഷങ്ങൾ തീരാൻ, സർപ്പദോഷങ്ങൾ തീരാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ഒന്നാലോചിച്ചാൽ പലർക്കും അത്ര വിശദമായി അറിയാത്തൊരു വിഷയമാണ് സർപ്പദോഷങ്ങൾ തീരാൻ മുരുകസ്വാമിയെ ഭജിക്കുന്നത് കൊണ്ട് എന്താണ് ഇത്ര വിശേഷം. തീർച്ചയായും മുരുക ഭജനം, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക കൊണ്ട് രാഹുദോഷങ്ങൾ തീരാൻ, അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ തീരാൻ, സർപ്പദുരിതങ്ങൾ തീരാൻ, പൂർവികമായി തറവാട്ട് സർപ്പങ്ങളുടെ കുടുംബ ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് സർപ്പദോഷങ്ങൾ കൊണ്ട് ബാധിച്ചിട്ടുള്ള അനവധിയായ ദോഷങ്ങൾ, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളാവട്ടെ, സന്താന ദുരിതങ്ങളാവട്ടെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചില വ്യഥകളും ദുരിതങ്ങളുമാവട്ടെ, അതൊക്കെ തീരാൻ തീർച്ചയായും സുബ്രഹ്മണ്യ ഉപാസന വളരെ പ്രാധാന്യമാണ്. മുരുകക്ഷേത്രത്തിൽ ഉപാസന, മുരുകൻ്റെ ചരിത്രവും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഐതിഹ്യ കഥകൾ മനസ്സിലാക്കുമ്പോൾ അതിൽ വിശേഷമായിട്ടുള്ള ഒരു കഥാസന്ദർഭം വളരെ വിരളമായി പറഞ്ഞു കേട്ടുള്ള ഒരു കഥയാണെങ്കിലും വളരെ പ്രാധാന്യമായി പല ക്ഷേത്രങ്ങളിലും ഇതിൻ്റെ ആചരണം നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ മാതാപിതാക്കളുമായി ശിവപാർവതിമാരുമായി പരിഭവിച്ച് സാക്ഷാൽ മുരുകസ്വാമി ഏകാന്ത തപസ്സിനായി വന്നിരുന്നു എന്നും ഭഗവാൻ നാഗത്തിൻ്റെ രൂപമെടുത്ത്, ഒരു പാമ്പിൻ്റെ രൂപമെടുത്ത്, ഒരു സർപ്പത്തിൻ്റെ രൂപമെടുത്തിട്ട് ഭഗവാൻ ഏകാന്ത ധ്യാനത്തിലിരുന്നു എന്നും പിന്നീട് ആ ഭാവത്തിൽ നിന്ന് തൻ്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് പോകാൻ സാധിക്കാതെ കണ്ട് മുരുകസ്വാമി ആശങ്കകുലനായി എന്നും സാക്ഷാൽ ശ്രീപാർവതി അമ്മ തന്നെ വന്ന് മുരുകസ്വാമിയെ അനുഗ്രഹിച്ച് തൻ്റെ ബാലഭാവത്തെ തിരിച്ചു നൽകിയെന്നുമുള്ള കഥ അനവധി ക്ഷേത്രങ്ങളുടെ ഐതിഹ്യ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വടക്കൻ മലബാറിൽ, തുളുനാട്ടിൽ ഒക്കെ ധാരാളമായി കേൾക്കാവുന്ന ഒരു കഥാസങ്കല്പമാണ്. ഇങ്ങനെ സർപ്പരൂപെടുത്തിരുന്ന, നാഗരൂപെടുത്തിരുന്ന ഭഗവാനെ നാഗസുബ്രഹ്മണ്യനായിട്ട് അന്ന് മുതൽക്ക് ആരാധിച്ചു അത്രേ. അങ്ങനെ മുരുകൻ്റെ നാഗാരാധന വലിയ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ മുരുകസ്വാമിയെ ഭജിക്കണയിലൂടെ സർപ്പദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാം. രാഹുവിൻ്റെ ഒരു അനുഗ്രഹദാതാവാണ്. രാഹുദോഷങ്ങൾ തീരാൻ മുരുകനെ ഭജിക്കുക. അത് മുരുകൻ്റെ ഏത് ക്ഷേത്രങ്ങൾ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേശത്തുള്ള മുരുകക്ഷേത്രം ദർശിച്ചാലും ഭഗവാന്റെ തിരുപ്പറക്കുണ്ടം, തിരുത്തനി, അത് പഴമുതിർച്ചോല പഴനി തുടങ്ങിയിട്ടുള്ള അനവധിയായ ആറുപടൈ വീടുകൾ ദർശിച്ച് മുരുകനെ പ്രാർത്ഥിച്ച് സർപ്പദോഷങ്ങൾ തീരാൻ പ്രാർത്ഥിച്ചാലും വളരെ വിശേഷമാണ്. ഇനി മുരുകൻ്റെ ക്ഷേത്രത്തിൽ സർപ്പത്തിന് പ്രത്യേകിച്ച് വഴിപാടൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും മുരുകന് പാലഭിഷേകവും പഞ്ചാമൃതാഭിഷേകവും ഭഗവാന്, പ്രത്യേകിച്ച് ഭഗവാന് അഭിഷേകം ചെയ്തിട്ടുള്ള ഭസ്മം, മുരുകന് ഭസ്മാഭിഷേകം ബഹുവിശേഷമാണല്ലോ. മുരുക വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിട്ടുള്ള ഭസ്മധാരണം കൊണ്ട് തന്നെയും രാഹുദോഷങ്ങൾ തീർന്നു പോകുന്ന സ്കന്ധപുരാണത്തിലും വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട്. മുരുകൻ തീർച്ചയായിട്ടും സർപ്പദോഷം നിവാരണം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കണ്ണൂരിനടുത്ത്, ഈ അടുത്തൊക്കെ വളരെ നമ്മൾ ഓൺലൈൻ മീഡിയകളിലൂടെ പ്രശസ്തമായിട്ടുള്ള പെരളശ്ശേരി ക്ഷേത്രം നിങ്ങൾക്ക് കാണാം. ഏറ്റവും നല്ലൊരു കുളക്കടവൊക്കെ ഉള്ള വളരെ വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണല്ലോ പെരളശ്ശേരി മുരുകൻ്റെ അമ്പലം. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ നിന്ന് കേവലം ഒരു 3 കിലോമീറ്റർ മാത്രം അടുത്തുള്ള പെരളശ്ശേരി ക്ഷേത്രം നാഗാരാധനയ്ക്ക് വളരെ വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയും നാഗചൈതന്യം സുബ്രഹ്മണ്യനോടൊപ്പം ചേർന്നിരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് സർപ്പങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവിടുത്തേതായ വിശേഷമായിട്ടുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെയെല്ലാം തന്നെ അത് നിർവഹിച്ച് സർപ്പത്തിനെ പ്രീതിപ്പെടുത്തിയാൽ പൂർവികമായ സർപ്പദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്ന് പറയുന്നുണ്ട്. ഇനി ദക്ഷിണ കർണാടകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയും വളരെ വിശേഷമായിട്ടുള്ള കുക്കൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ഇന്ന് നമ്മുടെ മൂകാംബികയിലേക്കൊക്കെ പോകുന്ന വഴി നിങ്ങൾക്ക് അന്വേഷിച്ചാൽ യാത്ര ചെയ്യാവുന്ന ഒരു നല്ല സ്ഥലമാണ് കുക്കൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെയും സർപ്പങ്ങളോട് കൂടിയിരിക്കുന്ന നാഗസുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ അത്യന്തം വിശേഷമാണ്. അവിടെ ചെന്ന് മുരുകനെ ഭജിച്ചാൽ, പ്രാർത്ഥിച്ചാൽ തീരാത്ത നാഗദോഷങ്ങൾ തീരും, ത്വക്ക് രോഗങ്ങൾ തീരും, സന്താന ദുരിതങ്ങൾ തീരും. അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായി പൂർവ്വജന്മങ്ങളിൽ നിന്ന് പോലും ആർജിച്ച സർപ്പദുരിതങ്ങൾ, തറവാട്ട് ദോഷങ്ങൾ, കുടുംബത്തെ ആകമാനം ബാധിച്ചിട്ടുള്ള സർപ്പദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ കുക്കൈ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും അത്യന്തം വിശേഷമാണ്. ഇനി സ്കാന്ദ മഹാപുരാണത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കഥാസന്ദർഭത്തില് വാസുകി തുടങ്ങിയ സർപ്പങ്ങളുടെ ഉപദ്രവം ഭയന്ന് എല്ലാവരും സർപ്പങ്ങൾ തമ്മിലൊരു യുദ്ധം അവിടെ സൃഷ്ടിക്കുകയും ഒടുവിൽ ഗരുഡസ്വാമി ഈ യുദ്ധത്തിൽ ഇടപെടുകയും ഗരുഡനാൽ ഭയന്ന്, സർപ്പങ്ങളെ ഭയപ്പെടുത്തുന്ന ആൾ ഗരുഡനാണല്ലോ,
ഗരുഡനാൽ ഭയന്ന് സർപ്പങ്ങളെല്ലാം തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നൊരു കഥ അവിടെ കാണാം. അങ്ങനെ ഓടി രക്ഷപ്പെടുകയുണ്ടായ സർപ്പങ്ങൾ അഭയം പ്രാപിച്ചത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയാണെന്നും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ സർപ്പങ്ങളെല്ലാം തന്നെ സുരക്ഷിതരായി ഭവിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പോൾ സർപ്പങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുക കൊണ്ട് സർപ്പങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായും ഇനി ഈ മഹാക്ഷേത്രങ്ങളിലൊന്നും പോകാൻ സാധിക്കാത്തവര് നിങ്ങളുടെ ദേശത്തുള്ള സമീപത്തുള്ള മുരുകസ്വാമിയെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കുന്നതും പാലഭിഷേകം, ഭസ്മാഭിഷേകം, പഞ്ചാമൃതാദികളൊക്കെ നൽകിയാൽ തന്നെ രാഹുദോഷങ്ങളിൽ നിന്ന് വലിയൊരു പങ്ക് ഭഗവാനിൽ നിന്ന് രക്ഷയുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് സർപ്പദുരിതങ്ങൾ തീരാൻ, രാഹുവിൻ്റെ ദുരിതങ്ങൾ തീരാൻ നാഗസുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ഭഗവാനെ ഭജിക്കുന്നതും അത്യന്തം വിശേഷമാണ് എന്നും കൂടെ മനസ്സിലാക്കി മറ്റൊരു വിഷയവുമായി ഇനിയൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.